വ്രതശുദ്ധിയുടെ നാളുകൾ ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിൽ റമദാൻ വ്രതം എന്നാരംഭിക്കുമെന്ന് ഇന്നറിയാം. മാസപ്പിറവിക്കായി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിലും വീടുകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമും ചേരുകയാണ്. നമുക്ക് ആദ്യം ആരിലേക്കാണ് പോകുന്നത്? ഷഹദിലേക്ക്. ഓക്കെ, സമീറിലേക്കാണ്. സമീർ, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്കറിയാൻ സാധിക്കുമല്ലോ എപ്പോഴാണ് ഈ ഒരു നോമ്പ് തുടങ്ങുക എന്നത്? തീർച്ചയായും അല്പസമയത്തിനകം തന്നെ റമദാൻ എന്ന് ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഏതായാലും വിശ്വാസികൾ എല്ലാവരും തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളികളും വീടുകളും എല്ലാം തന്നെ വൃത്തിയാക്കി ശുചീകരിച്ച് മനസ്സുമെല്ലാം തന്നെ അതിനായി തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഇന്ന് വൈകുന്നേരം 6:38 മുതൽ 7:58 വരെയുള്ള 82ഓളം മിനിറ്റ് സമയത്താണ് ഈ മാസപ്പിറവി ദൃശ്യമാവുമെങ്കിൽ ദൃശ്യമാവുക എന്നുള്ളതാണ് പണ്ഡിതരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി ഈ കോർണിഷ് മസ്ജിദിലാണ്. ഇവിടെ ഈ മാസപ്പിറവി വീക്ഷിക്കുന്നതിന് വേണ്ടി വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ടെലിസ്കോപ്പ് അടക്കം ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. ഇതിലൂടെ വളരെ കൃത്യമായി തന്നെ വാന നിരീക്ഷണം നടത്തി മാസപ്പിറവി സമയമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ മതപണ്ഡിതർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ നാളെ ആകുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകും. ഇത് സ്വാഭാവികമായി പണ്ഡിതരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് നാളെ റമദാൻ ഒന്നാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് റമദാൻ വ്രതം ആരംഭിച്ചൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസമാണ് സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ മാവാറ് എന്നുള്ളതാണ്. ഇവിടുത്തെ സംയുക്ത കാളി എന്ന് പറയുന്നത് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ ഈ മാസപ്പിറവി ദൃശ്യമാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകൾ ഈ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റമദാൻ ആവുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാളിമാർ കടക്കുക. ഏതായാലും 82 മിനിറ്റ് സമയമാണ് ഈ സൂര്യാസ്തമയത്തിന് ശേഷം ഈ മാസപ്പിറവി ദൃശ്യമാവാനുള്ള ഒരു സമയം എന്നുള്ളതാണ് നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പണ്ഡിതർ വ്യക്തമാക്കും. നമുക്ക് ഈ ടെലിസ്കോപ്പിന്റെ പ്രവർത്തനം കൂടി എത്തരത്തിലുള്ളതാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്ന് തോന്നുന്നു. എങ്ങനെ ഇതിലൂടെയാണോ നമ്മൾ ഈ മാസപ്പിറവിയൊക്കെ വീക്ഷിക്കുന്നത്? മാസപ്പിറവി ഇതിലെ ചന്ദ്രനൊന്നും കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ മാസം ഉറപ്പാക്കാൻ നഗ്നനേത്രം കൊണ്ട് തന്നെ കാണൽ നിർബന്ധമാണ്. എന്നാൽ കൃത്യമായിട്ട് ചന്ദ്രൻ്റെ പൊസിഷനും എല്ലാം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. സൂം ചെയ്ത് തന്നെ കാണാം. ക്രിസ്റ്റീന, ഇതിലൂടെ വളരെ കൃത്യമായി ചന്ദ്രനെ കാണാൻ കഴിയും. എന്നാൽ ഇതിലൂടെ കണ്ടതുകൊണ്ട് മാത്രം വിശ്വാസപ്രകാരം അത് റമദാൻ ഒന്നായി തന്നെ ഒരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയില്ല. മറിച്ച് ഒരു വിശ്വാസിയുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മാത്രം വീക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ റമദാൻ ഒന്നാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കാവ്യമാർക്ക് കഴിയുകയുള്ളൂ. അത് തന്നെ ആരെങ്കിലുമൊക്കെ ഈ മാസപ്പിറവി കണ്ടാൽ മാത്രം പോരാ, ഒരു വിശ്വാസിയായിരിക്കണം. മാത്രമല്ല പൊതുജനങ്ങൾ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം ഇദ്ദേഹം. അങ്ങനെ നിരവധി മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഈ മാസപ്പിറവി വീക്ഷിക്കുന്ന കാര്യത്തിൽ വിശ്വാസപരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും നാളെ ഈ റമദാൻ ഒന്നാവാനുള്ളൊരു സാധ്യതയാണ് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വരുന്ന 30 ദിവസം ഈ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ 1000 മടങ്ങ് നന്മ ചെയ്തതിൻ്റെ ഒരു പ്രതിഫലം ലഭിക്കുന്ന മാസം, ദാനധർമ്മങ്ങൾ വളരെ വർദ്ധിപ്പിക്കുന്ന ഒരു മാസം, ഒരു നിർബന്ധിത വ്രതമെടുക്കുന്ന മാസം, നിർബന്ധിത ദാനധർമ്മങ്ങൾ നൽകുന്ന മാസം. അങ്ങനെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നല്ലൊരു മനുഷ്യരെ മാറുക എന്നുള്ളതാണ് ഈ വരുന്ന ഒരു മാസക്കാലം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇത്ര കാലം ഒരു വിശ്വാസി എങ്ങനെയായിരുന്നോ ജീവിക്കും അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിലായിരിക്കും ഇനി ഒരു മാസക്കാലമുള്ള ജീവിതം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ ഏതായാലും വരും മണിക്കൂറുകളിൽ ഈ റമദാന്റെ കാര്യത്തിൽ എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 6:37 മുതൽ 7:58 വരെയുള്ള 82ഓളം മിനിറ്റ് സമയമാണ് ഈ മാസപ്പിറവി ദൃശ്യമാവുക എന്നുള്ളതാണ് ഈ കാളിമാരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. ശരി.